ഫ്ലവർ കൊണ്ടൊന്ന് സ്വയം ഒടിക്കുക. ഫ്ലവർ കൊണ്ടൊന്ന് സ്വയം ഒടിക്കുക. ഇത് ഇതിടെ കാബേജ് ഇത് പൊഴിഞ്ഞ് വെച്ചേക്കാം. ഒന്നുകൂടി വലുതാവും കാബേജ്. അത് കൊടുക്കും. ഇതൊക്കെ കാബേജാ. ഇതൊക്കെ എടുക്കാറായി. ഇത് കാബേജ് മൂന്നാളുണ്ട്. ഇത് ചീര ഞാൻ മുറിച്ചെടുത്തു. ആക്കി നിൽക്കണ്ട വായോ കായപ്പഴ കാണിച്ചോ. കൊണ്ടൊന്ന് സ്വയം ഒടിക്കുക. ഇത് ഇതിടെ കാബേജ് ഇത് പൊഴിഞ്ഞ് വെച്ചേക്കാം. ഒന്നുകൂടി വലുതാവും കാബേജ്. അത് കൊടുക്കും. ഇതൊക്കെ കാബേജാ. ഇതൊക്കെ എടുക്കാറായി. രാസവളം ഇല്ലാത്തത് നമ്മുടെ കഞ്ഞിവെള്ളം, നമ്മുടെ പച്ചക്കറി നന്നാക്കണത് അതെല്ലാവരും ഇച്ചിരി കപ്പലണ്ടി പിണ്ണാക്കും. പിന്നെ ഇത് പുഴുക്കേട് വരാണ്ടിരിക്കാൻ ഇച്ചിരി കഞ്ഞവെള്ളത്തിൻ്റെ തെളി തളിച്ചു കൊടുക്കും. അതങ്ങനെ. അപ്പം അതങ്ങനെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതികളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ട് തന്നെ കഞ്ഞിവെള്ളം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. തൈ കിട്ടിയപ്പോൾ കൊണ്ട് നട്ടു. അപ്പം ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇട്ട് കൊടുക്കും. കൂർക്ക കുത്തി കൂട്ടുന്ന പോലെ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം തെളിച്ച് ഇങ്ങനെ അധികം വളമൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഇതിന് ഉണ്ടായത് വളർന്ന് ഉദ്ദേശിക്കുന്നത് ഈ കഞ്ഞിവെള്ളം കപ്പലണ്ടി പിണ്ണാക്കല്ലേ നിങ്ങൾ വളർന്ന് ഉദ്ദേശിക്കുന്നത്? കഞ്ഞിവെള്ളം അല്ലാതെ ഇംഗ്ലീഷ് വളം വേറെ ഒന്നും ഉപയോഗിച്ചിട്ട്? വളം ഒന്നും ഇടാനില്ല. ഇംഗ്ലീഷ് വളം ഇടണമില്ല, തെളിക്കണമില്ല. ഇത് കഞ്ഞിവെള്ളം പുഴു വരാണ്ടിരിക്കാൻ. അപ്പോൾ ഒരു പുഴുവില്ല, ഒന്നുമില്ല. ഇത് വെറുതെ വെള്ളത്തിൽ മുക്കി വേവിച്ച് തിന്നാം. ഒരു 3-4 കാബേജ് പറിക്കാറായിട്ടുണ്ട്. അതിനും കഞ്ഞവെള്ളമാണ് തെളിച്ചേക്കണം. അതും ഇത്തിരി കപ്പലണ്ടി പിണ്ണാക്കും. പിന്നെ പച്ചക്കറിയൊക്കെ വെള്ളം ഇങ്ങനെ നന്നാക്കുന്നത് വേസ്റ്റ് ഇട്ടിട്ട് ജൈവവളമാക്കി അതിൻ്റെ തെളിയും കൂടെ ഒഴിക്കും. സൈഡിൽ കൂടെ. അപ്പോൾ കൃഷിരത്നം അമ്മച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ.